ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. എല്ലാവരെയും ഇന്നത്തെ നോമ്പ് ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം ലോകത്തെ സൃഷ്ടിക്കുകയും മനുഷ്യനെ ഈ ലോകത്തിലാക്കുകയും ചെയ്തത് പ്രത്യേക ദൈവിക ഉദ്ദേശത്തോടുകൂടിയായിരുന്നു. എന്നാൽ പാപം ചെയ്ത് ദൈവിക ഉദ്ദേശത്തിൽ നിന്ന് വ്യതിചലിച്ചതിനാൽ തൻ്റെ പദ്ധതിയിലേക്ക് മനുഷ്യനെ മടക്കിക്കൊണ്ടുവരുവാനും ദൈവം സകല മനുഷ്യർക്കായും ഒരുക്കിയിരിക്കുന്ന ദൈവ രാജ്യത്തിലേക്ക് ചേർക്കുന്നതിനുമായി മിഷൻ അല്ലെങ്കിൽ ദൗത്യം ആരംഭിച്ചു. ഇതിനെ മിഷൻ ഓഫ് ഗോഡ് അല്ലെങ്കിൽ മിഷിയോ ദേ എന്ന ദൗത്യശാസ്ത്രത്തിൻ്റെ വാക്കുകളിൽ പറയാം. ഈ ദൈവിക ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമാണ് മനുഷ്യന്റെ രക്ഷയ്ക്കായി ദൈവം തന്നെ ഭൂമിയിൽ അവതരിക്കുകയും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അറ്റുപോകുവാൻ ഇടയായ പാപത്തിൻ്റെ പ്രതിശാന്തിക്കായി കാൽവറി ക്രൂശിൽ മരിക്കുകയും പരമയാഗമായി തീരുകയും ചെയ്തത്. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവവും ക്രൂശുമരണവും ഒരു എദൃശ്യ സംഭവമല്ല, പകരം ദൈവിക പദ്ധതിയുടെ അല്ലെങ്കിൽ ഗോഡ്സ് മിഷന്റെ ഭാഗമായിരുന്നു. ഇത് വ്യക്തമാക്കുന്നതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 5-ാം വാക്യം. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ ഇപ്രകാരം പറയുന്നു: ബട്ട് ഹി വാസ് പിയേഴ്സ്ഡ് ഫോർ അവർ റിബല്യൻ, crushed for our sins. He was beaten so we could be whole. He was whipped so we could be healed. ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും അനേകം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ താൻ അനുഭവിക്കുവാൻ പോകുന്ന കൊടിയ പീഡനത്തെക്കുറിച്ചും ക്രൂശുമരണത്തെക്കുറിച്ചും ആ മരണത്തിലൂടെ നമുക്ക് നൽകുവാൻ പോകുന്ന രക്ഷയെക്കുറിച്ചും പ്രവചനങ്ങളിലൂടെ പറഞ്ഞ് നൽകിയിരുന്നു. അപ്രകാരമുള്ള ഒരു പ്രവചനത്തിന്റെ ഭാഗമാണ് ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ന്റെ 5-ാമത്തെ വാക്യം. ഇത് ഗോല പ്രവചനത്തിന്റെ ഭാഗമാണ്. ഗോല പ്രവചനങ്ങളെല്ലാം തന്നെ രക്ഷാ വിളംബരങ്ങൾ അല്ലെങ്കിൽ ഒറാക്കിൾസ് ഓഫ് സാൽവേഷൻസ് ആണ്. ബാബിലോണിലെ പ്രവാസത്തിന്റെ അവസാന നാളുകളിൽ വരുവാൻ പോകുന്ന മശിഹായുഗത്തിലെ രക്ഷയെക്കുറിച്ച് യെശയ്യാ പ്രവാചകന് ദൈവിക അരുളപ്പാട് ലഭിക്കുകയും ആ അരുളപ്പാടുകൾ പ്രവചനങ്ങളായി ജനത്തിന് നൽകുകയും ചെയ്തു. എന്നാൽ ഈ പ്രവചനങ്ങൾ ലഭിച്ചിട്ടും ഇസ്രായേൽ മക്കൾ അതിനായി തങ്ങളെ തന്നെ ഒരുക്കുകയോ മശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുകയോ ആ വന്ന മശിഹയെ സ്വീകരിക്കുകയോ ചെയ്തില്ല. എന്നാൽ 2000 വർഷങ്ങൾക്ക് ശേഷം, മശിഹായ്ക്ക് ശേഷം 2000 വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ പിതാക്കന്മാർ ആ സുവിശേഷം, ആ ദർശനം, പ്രവചനങ്ങൾ സ്വീകരിക്കുകയും തുടർന്ന് നാം സഭയായി, കുടുംബമായി, വ്യക്തികളായി ഈ പ്രവചനത്തിൽ പറയുന്നതായ സൗഖ്യം അനുഭവിക്കുകയും ചെയ്യുവാൻ ഇടയായി. ഇന്നും
സുവിശേഷം വാഗ്ദത്തം ചെയ്യുന്ന സൗഖ്യം ലഭിക്കാത്ത അപരിഷ്കൃതരായി അടിമത്തത്തിലും പീഡനത്തിലും കഴിയുന്നവർ നമ്മുടെ മധ്യേ തന്നെയുണ്ട്, ഭാരതത്തിൽ എമ്പാടും ഉണ്ട്. ഈ നോമ്പ് കാലം അവർക്കായി ശബ്ദമുയർത്തുവാൻ, പ്രവർത്തിക്കുവാൻ, നമ്മുടെ വിഭവങ്ങളെ, നന്മകളെ, അനുഗ്രഹങ്ങളെ പങ്കുവെക്കുവാൻ ഈ സുവിശേഷം കേട്ട നമുക്ക് സാധിക്കുമോ? അങ്ങനെ സാധിക്കുമെങ്കിൽ ഈ നോമ്പ് സുവിശേഷ വ്യാപനത്തിൻ്റെതായി തീരും, നമുക്ക് അനുഗ്രഹത്തിൻ്റെതായിട്ട് തീരും. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ അടിപ്പിണരാൽ സൗഖ്യം ലഭിച്ച ഞാൻ സൗഖ്യമില്ലാതെ കഴിയുന്നവർക്കായി പ്രവർത്തിക്കുവാൻ എന്നെ തന്നെ വിട്ടു നൽകുന്നു. അതിനായി വഴികളെയും മാർഗങ്ങളെയും എനിക്ക് കാണിക്കണമേ. ഈ നോമ്പ് നാളുകളിൽ കർത്താവേ, അവിടുത്തെ സുവിശേഷ ദൗത്യത്തിൻ്റെ വാഹകനായി തീരുവാൻ എന്നെ ഒരുക്കണമേ. തുടർന്നും അങ്ങയ്ക്ക് വേണ്ടി, സുവിശേഷത്തിനു വേണ്ടി നിലകൊള്ളുവാനും പ്രവർത്തിക്കുവാനും എന്നെ സഹായിക്കണമേ. ആമേൻ.